അല്പസമയം, നമുക്കധികം സമയമില്ല, വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ചിന്തിച്ചു വരുന്ന നമ്മുടെ ഈ മാസത്തെ തീമുണ്ട്. സ്തോത്രം. എന്താണ്? ഇൻക്രീസിങ് ഫെയ്ത്ത്. ഹല്ലേലൂയ. വർദ്ധിക്കുന്ന ഒരു വിശ്വാസം വളരുന്ന ഒരു വിശ്വാസം, ഗ്രോയിങ് ഫെയ്ത്ത് എന്നൊക്കെ പറയാം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന് വളർച്ചയുണ്ടോ? വളർച്ച അനിവാര്യമാണോ? സ്തോത്രം. വിശ്വാസത്തിന് വളർച്ചയുണ്ടോ എന്ന് എങ്ങനെ അറിയാം? How you know that your faith is increasing? എങ്ങനെ അറിയാൻ പറ്റും? കേട്ട് ഉറക്കെ പറ. ഓക്കെ, അത് നല്ലൊരു ആൻസറാണ്. നിങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പ്രതികരണം, ഹൗ യു റിയാക്ട്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എത്രയും വളർന്നിട്ടുണ്ടെന്ന് വിവിധ നിലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിലേക്കൊക്കെ വരാം. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായി പറയാൻ കഴിയുന്നത്. എപ്പോഴും മനുഷ്യർ എവിടെയെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നവരാ. നമുക്ക് പലപ്പോഴും ദൈവത്തിൽ അത്രയും വലിയ വിശ്വാസം ഇല്ലെങ്കിലും മനുഷ്യന് ഒത്തിരി വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസമുണ്ടോ? നിങ്ങൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരാ. ഫ്ലൈറ്റ് എന്തോ വിശ്വസിച്ചുകൊണ്ടാണ് ഫ്ലൈറ്റേ കയറുന്നത്? യെസ്, കറക്റ്റാ. പൈലറ്റിനെ വിശ്വസിച്ചുകൊണ്ടാണ് വലിയ കയറുന്നത്, അല്ലേ? ദൈവത്തെ വിശ്വാസമുണ്ട്, പക്ഷേ പൈലറ്റിനെ വിശ്വാസത്തിലേക്ക് കയറുമോ? കാണണ്ട, പക്ഷേ പൈലറ്റിന് വിശ്വാസത്തിലേക്ക് കയറുമോ? ഫ്ലൈറ്റിന് അതിൻ്റെ മെക്കാനിസത്തിന് വിശ്വാസം ഉണ്ടായിട്ടില്ലേ കയറുന്നേ? അല്ലേ? ഫ്ലൈറ്റിൻ്റെ മെക്കാനിസത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ കയറുമോ അതിനകത്തോട്ട്? നമ്മുടെ സാം ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് പ്രശ്നം മതി, അവർ പാസ്സാക്കി വിടത്തില്ല. അപ്പം ഇതിനെല്ലാം നമ്മൾ എവിടെയാണ് ആശ്രയിക്കുന്നത്? എവിടെയാണ് നമ്മുടെ വിശ്വാസം? പൈലറ്റിൽ, മെക്കാനിസത്തിൽ ഒക്കെ. ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോണ്ടാ, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ നിലയിൽ മനുഷ്യൻ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നവരാ. സ്തോത്രം. എന്നാൽ നമ്മൾ ദൈവത്തിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ സാഹചര്യങ്ങളിൽ, ഓരോ സന്ദർഭങ്ങളിൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരായിത്തീരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് വിശ്വാസം എന്നുള്ളത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ആധാരമായി പറഞ്ഞിരിക്കുന്ന വേദവാക്യമാണ് എബ്രായ ലേഖനം. സ്തോത്രം. അതിൻ്റെ 11-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യം. മതി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവർ നമ്മിൽ പ്രസാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ, അല്ലേ? ആഗ്രഹമുണ്ടോ? ജോലി സ്ഥലത്ത് മാനേജർ നല്ലൊരു അഭിപ്രായമൊക്കെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷമല്ലേ? വെൽ ഡൺ എന്നൊക്കെ പറയുന്നത് ഇല്ലേ? സന്തോഷമല്ലേ? സന്തോഷമാണ്, അതൊക്കെ അഭിമാനമാണ്. അപ്പോൾ അവരുടെ ഒരു അപ്രീഷിയേഷൻ, അവരുടെ ഒരു പ്രസാദമൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എവിടെയെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരെ പ്രസാദിപ്പിക്കാൻ അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ. അപ്പോൾ വിവിധ നിലകളിൽ മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരുടെ പ്ലീസിങ് ആഗ്രഹിക്കുന്നവരാ, മറ്റുള്ളവരെ പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ആ പ്രസാദം നമുക്ക് ഭയങ്കര സന്തോഷം. അതൊക്കെ കേട്ടാൽ നമുക്ക്, നിങ്ങളുടെ ഏറ്റവും വലിയ ബോസ്, നിങ്ങളുടെ ഇപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ, അവിടുത്തെ നിങ്ങളുടെ നേഴ്സിംഗ് സൂപ്രണ്ട്, അങ്ങേ അറ്റത്തെ ടോപ്പിലിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു ദിവസം ഇങ്ങോട്ട് നിങ്ങളുടെ അരികിൽ വന്നിട്ട് പറയുക, നിസി വെൽ ഡൺ, ഗുഡ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലേ? അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ഇനി ഒരാളെ പറഞ്ഞാൽ പിന്നെ വേറൊരാൾ പറഞ്ഞോട്ടെ, ഓക്കെ, എന്തോ ആയിക്കോട്ടെ. സ്തോത്രം. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ? എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പോൾ കാര്യം കഴിഞ്ഞല്ലോ. ഞാൻ പ്രിസൺ സർവീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞുള്ളൂ, ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജോലിയിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പം അവിടുത്തെ ഗവർണർ, പ്രസിഡൻ്റ്, ഏറ്റവും ടോപ്പ് ഗവർണർ ഓപ്പോസിറ്റ് കടന്നു വരിക. ഓപ്പോസിറ്റ് വന്നിട്ട് എൻ്റെ അരികെ വന്നപ്പം, ഹായ് ബിജു, ഹൗ ആർ യു? ഞാൻ ഞെട്ടിപ്പോയി. എടാ, ഇന്നലെ അങ്ങോട്ട് ചെന്ന എൻ്റെ പേര് ആ പ്രസിഡൻ്റ്, വലിയ ഗവർണർ എന്നെ നേരിട്ട് വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം ഭയങ്കര. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മനുഷ്യൻ്റെ പ്രസാദം കിട്ടാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സ്തോത്രം. ഇല്ലാത്ത അഭിനയങ്ങളെല്ലാം ചിലപ്പോൾ അഭിനയിച്ചെന്നിരിക്കും. പക്ഷേ ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ, സ്തോത്രം, ദൈവം പ്രസാദിക്കണമെങ്കിൽ
വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തമായ ഒരു കാര്യം ഇതാണ്. എബ്രായ ലേഖനം 11:5, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല. ആമേൻ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രസാദം വേണമെങ്കിൽ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സന്തോഷിപ്പിക്കുക, ദിനം പ്രതി ദൈവത്തെ സന്തോഷിപ്പിക്കുക, ദൈവത്തിനെ സംതൃപ്തിയുള്ളവനാക്കുക, ദൈവത്തിനെ ആനന്ദമുള്ളവനാക്കുക. അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അതിനാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ് വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതാണ് നമ്മൾ വായിച്ച വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം, ഈ പറഞ്ഞിരിക്കുന്ന വിശ്വാസം ഏത് വിശ്വാസത്തെക്കുറിച്ചാണ്? നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്തയിൽ ഇതൊക്കെ സില്ലി ചെറിയ സബ്ജക്റ്റ് അല്ലേ, ഇതൊക്കെ രക്ഷിക്കപ്പെടുമ്പോൾ ഉള്ള കാര്യമല്ലയോ, ചെറിയ വലിയ കാര്യമായ വിഷയങ്ങളൊന്നും അല്ലല്ലോ, ഇതൊക്കെ സില്ലി അല്ലേ, ഇതൊക്കെ വലിയ. എൻ്റെ ചോദ്യം, വിശ്വാസത്തെ പോലെ ഗൗരവമേറിയ ഒരു വിഷയം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഗൗരവമേറിയ ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം ഏത് വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് വിശ്വാസമാണ്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിലുള്ള വിശ്വാസം. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായൊരു ഘടകമുണ്ട്. എന്താ? വിശ്വാസം. രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് രക്ഷ എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷയ്ക്ക് ആധാരമായ ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കാരണം പൗലോസ് ഈ ലേഖനം എഴുതുന്ന ആർക്കാണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട വിശ്വസിക്കുന്നവരുടെ ദൈവമക്കൾക്ക് എഴുതുന്ന ലേഖനമാണ്. അപ്പോൾ അവരോട് പൗലോസ് പറയുക, വിശ്വാസം കൂടാതെ ദൈവത്തെ, അപ്പം രക്ഷയ്ക്കാധാരമായ ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പിന്നെയോ, സ്തോത്രം, ആ രക്ഷിക്കപ്പെട്ട വ്യക്തികളോട്, ജനങ്ങളോട് പൗലോസ് പറയുകയാണ്, സ്തോത്രം, ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള, വചനത്തിലുള്ള, ദൈവത്തിലുള്ള, സ്തോത്രം, ദൈവത്തിൻ്റെ അരികിലേക്ക് വരുമ്പോഴുള്ള ഒരു ആഴമേറിയ വിശ്വാസത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നാം ചെയ്യുന്ന ഏതു കാര്യത്തിൻ്റെ പിന്നിലും ഒരു വിശ്വാസം ആവശ്യമാണ്. വിശ്വാസമില്ലാതെ ഒറ്റ കാര്യം ചെയ്യരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ പാടുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതുമെല്ലാം വിശ്വാസത്തിൽ നിന്നായിരിക്കണം. ചുമ്മാതെ പ്രാർത്ഥിക്കരുത്, വെറുതെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എത്ര പേര് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വ്യക്തമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, രാവിലെയും പ്രാർത്ഥിക്കുന്നു, വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കും, സഭയെ വന്നാൽ പ്രാർത്ഥിക്കും. പക്ഷേ ഈ പ്രാർത്ഥനകളെല്ലാം പലപ്പോഴും ഒരു യാന്ത്രികമായി, ഒരു മെക്കാനിക്കലായിട്ട് അങ്ങ് പോവുകയല്ലേ. പക്ഷേ ആ പ്രാർത്ഥനയിൽ എത്രമാത്രം വിശ്വാസം നമുക്കുണ്ട്? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസമില്ല. പക്ഷേ ഈ പ്രാർത്ഥനയിൽ പിശാചിന് വിശ്വാസമുണ്ട്, ശത്രുവിന് വിശ്വാസമുണ്ട്. അവർക്ക് വിശ്വാസമുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ലെങ്കിലും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ ശത്രുവിനും മറ്റുള്ളവർക്കും വിശ്വാസമുണ്ട്. അവർക്കറിയാം പെന്തക്കോസ്തുകാർ പ്രാർത്ഥിച്ച എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവമൊക്കെ പ്രാർത്ഥിച്ച എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ പല പ്രാർത്ഥിക്കുന്ന നമുക്കിതിനെക്കുറിച്ച് ബോധമില്ല. ഹല്ലേലൂയ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ അറിയാം. ഒരിക്കൽ ഒരു ദൈവസഭയുടെ തൊട്ടടുത്തൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. ഒരു കള്ള് ഷാപ്പ്. ഈ കള്ള് ഷാപ്പ് വലിയ ശല്യമായപ്പോൾ ഈ സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉപവസിച്ചും ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് സംഭവിച്ചത്, ഒരിക്കൽ എങ്ങനെയോ ഈ കള്ള് ഷാപ്പിന് തീ പിടിച്ച് കള്ള് ഷാപ്പ് അങ്ങ് കത്തിപ്പോയി. ഇവരുകൊണ്ട് പെന്തക്കോസ്ത് സഭയ്ക്കെതിരെ കേസ് കൊടുത്ത കേസ് എന്താ അറിയാമോ? ഈ കൂട്ടര് പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങളുടെ സഭ കത്തിയത്. ഇതിനെ ന്യായീകരിക്കാൻ സഭയുടെ ആൾക്കാർ, അല്ലല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നല്ലേ, ഞങ്ങളുടെ മേലെ കുറ്റം ചുമത്തരുത്. അപ്പൊ പ്രാർത്ഥനയാണ് ആരാ വിശ്വസിച്ചേ? നമ്മൾ പറയാ അയ്യോ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, അവര് പറയാം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാ. ഇതുപോലെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും നമുക്ക് വിശ്വാസമില്ല. പക്ഷേ പിശാചിനറിയാം നമ്മൾ പ്രാർത്ഥിച്ച എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഹല്ലേലൂയ. ശത്രുവിനറിയാം നിങ്ങൾ പ്രാർത്ഥിച്ച എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ അകത്തളത്തിലൊരു വിശ്വാസം ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ സ്വാധീനയിൽ നിന്നും ആണ് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിലൊരു ആശ്രയം വേണം.
നമുക്കൊരു ഉറപ്പ് വരുത്തണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു പറഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരിക്കലൊരു മനുഷ്യൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടി ഒരു കമ്പി വലിച്ചു കെട്ടി, സർക്കസുകാരൻ. എന്നിട്ട് ഇദ്ദേഹം ഇതിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ നടക്കാൻ തുടങ്ങി. ഓക്കെ, ജനമെല്ലാം കൈയടിച്ചു, ഭയങ്കര അപ്രീഷിയേഷൻ. ഓക്കെ, വളരെ ചെറുപ്പക്കാർ കുറേ പേര് കൂടി ഭയങ്കര അപ്രീഷിയേഷൻ. കാരണം ആർക്കും ചെയ്യാൻ ധൈര്യമില്ലാത്തൊരു കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്തത്. ഭയങ്കര സന്തോഷം. അദ്ദേഹം അക്കരെ പോയി തിരികെ വന്നു. എല്ലാവരും അറിയാം. അപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചു, ഇനി എനിക്ക് നടക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര പേര് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അവരെല്ലാവരും, കാരണം ഒന്ന് കണ്ടതല്ലേ, അവരെല്ലാവരും പറഞ്ഞു, ഓ നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും ഒരാൾ ഇനി വരാൻ പറഞ്ഞു. ഒരാളെ എൻ്റെ തോളെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരാൾ വരാൻ പറഞ്ഞു. പറ്റും എന്ന് പറഞ്ഞവരെല്ലാം അങ്ങ് പുറമോട്ട് പോയി, ആരും മുന്നോട്ട് വന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു പയ്യൻ ഓടി മുന്നോട്ട് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ശരി, ആ പയ്യൻ മുന്നോട്ട് വന്നു. ആൾക്കാർക്ക് മനസ്സിലായി, എവനെങ്ങനെ പറ്റുന്നേ, ഇവന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ ഈ പയ്യനെ തോളയെടുത്ത് കമ്പിയുടെ മുകളിൽ കൂടെ അക്കരെ നടന്ന് തിരിച്ചു വന്നപ്പം ആൾക്കാരെല്ലാം ഈ പയ്യനെ അഭിനന്ദിക്കാൻ തുടങ്ങി. എന്താ പറ്റി, നിനക്ക് എങ്ങനെ പറ്റുന്നേ? ആ പയ്യൻ പറഞ്ഞു, എനിക്ക് പറ്റും, എൻ്റെ അപ്പനായി പോന്നേ, അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ അപ്പൻ എൻ്റെ തള്ളയിടത്തല്ലെന്ന്. ഈ വിശ്വാസം നമുക്ക് ആവശ്യം. നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് എൻ്റെ അപ്പനാണ്. ഞാൻ വിളിച്ചാൽ, ഞാൻ ചോദിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഇതാണ് വിശ്വാസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ അറിയാമോ? വിശ്വസിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷെ എത്രയും വിശ്വാസം നിന്റെ ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്, എത്രയും വിശ്വാസം പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം, വിശ്വാസത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ മരിക്കണം എന്നൊക്കെ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. വിശ്വാസത്തിൽ ജീവിച്ചാലേ, വിശ്വാസത്തിൽ വർധന വന്നാലേ വിശ്വാസത്തിൽ മരിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എബ്രായ ലേഖനം 11:13 പറഞ്ഞിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് വായിച്ചേ. ഇവരെല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പോ വിശ്വാസത്തിൽ ജീവിച്ചു, വിശ്വാസത്തിൽ മരിച്ചു. ഇവിടെ പറയപ്പെട്ട പഴയ വിശുദ്ധന്മാർ മുഴുവനും ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അവർക്ക് വിശ്വാസത്തിൽ മരിക്കാൻ പറ്റിയത്? നമ്മൾക്ക് എങ്ങനെയാണ് വിശ്വാസത്തിൽ മരിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മധ്യത്തിൽ ആ വിശ്വാസത്തിന്റെ വളർച്ചയില്ലാതെ പോകുന്ന ഒരു അനുഭവമല്ല. ഒരു വളർച്ച, ഒരു ഇൻക്രീസിങ് ഉണ്ടാകണം. സ്തോത്രം. അപ്പോൾ ഈ വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പഠിക്കുമ്പോൾ ഈ പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവനും വെറുതെ വിശ്വസിച്ചവരല്ല. ഒട്ടനവധി വെല്ലുവിളികളുടെ മധ്യത്തിൽ, ഒട്ടനവധി പ്രതിസന്ധികളുടെ മധ്യത്തിൽ, സിംഹക്കുഴിയുടെ മധ്യത്തിൽ, തീച്ചുളയുടെ മധ്യത്തിൽ, ആ എബ്രായ ലേഖനം 11 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരും അറിയാം, അവർ വിശുദ്ധന്മാർ ഓരോരുത്തരും കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അതിന്റെ മധ്യത്തിൽ അവർ വിശ്വസിച്ചു, ഇതിന്റെ മധ്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ ഹല്ലേലൂയ സിംഹത്തിന്റെ അല്ലെങ്കിൽ ജീവികളുടെ വായുകളെ അടച്ചു, വിശ്വാസത്താൽ അവർ അത്ഭുതങ്ങളെ ചെയ്തു. അല്ലേ? ഞാൻ പറയട്ടെ, പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവനും അത്ഭുതങ്ങൾ ചെയ്തതും വീര്യപ്രവർത്തികൾ ചെയ്തതും വെറുതെയല്ല, അവരുടെ വിശ്വാസത്തിന്റെ വർധനയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ദൈവസഭ, പോസ്റ്റ് ദൈവസഭ ആഴമായി ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അതുല്യമായ, അതിശയപരമായ കാര്യങ്ങളെ ചെയ്യാൻ നമ്മൾക്ക് കഴിയും. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്തതിലും, ശ്രദ്ധിക്കണേ, ഞാൻ ചെയ്തതിലും. ആ വിശ്വാസം ഏതാ? ഇവിടെ ആ വിശ്വാസത്തിന്റെ വർധന. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വരെ സംഭവിച്ചിരിക്കുന്നത്, ഇന്നും കർത്താവ് ചെയ്തതിലും അധികം ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. കാരണം എന്താ അറിയാമോ? വിശ്വാസത്തിന്റെ ആ ടോപ്പിലേക്ക് ആരും വന്നിട്ടില്ല. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും യഥാർത്ഥമായ വിശ്വാസത്തിന്റെ വളർച്ചയുടെ പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല. ഓരോരുത്തരും ലഭിച്ച വിശ്വാസത്തിന്റെ വർധനയ്ക്കനുസരിച്ച്, അവർക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശുദ്ധന്മാരുണ്ട്, ഇന്നും രോഗശാന്തി ചെയ്യുന്ന വിശുദ്ധന്മാരുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഭൂതങ്ങളെ അടിക്കുന്നവരുണ്ട്. എന്താ കാരണമെന്ന് വെച്ചാൽ അവർക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ ആ വളർച്ചയുടെ പടികളാണ്. ഇന്ന് പകൽക്കാലം
ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ വിശ്വാസത്തിൽ ഒരു വളർച്ച ഉണ്ടായാൽ, വിശ്വാസത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായാൽ, നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് സംഭവിച്ചിരിക്കും. നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ യോശുവ പറഞ്ഞതുപോലെ എങ്ങനെ യോശുവയ്ക്ക് സൂര്യനെ പിടിച്ചു നിർത്താൻ കഴിയത്, എങ്ങനെ യോശുവയ്ക്ക് ചന്ദ്രനെ പിടിച്ചു നിർത്താൻ കഴിയത്? അവന്റെ കഴിവല്ല, അവനൊരു ഉറപ്പുണ്ടായിരുന്നു. സൂര്യ നീ അവിടെ നിൽക്കട്ടെ, ചന്ദ്രൻ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് അവന്റെ ഉള്ളിൽ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, ആഴമായി വിശ്വസിക്കണം. ചിലതിനോട് വായ്കളെ തുറന്ന് പറയണം. ഹല്ലേലൂയ, വിളിച്ചു പറയണം ഇത് സംഭവിക്കുമെന്ന്. വിശ്വാസത്തിന്റെ വളർച്ചയവിടെ. ഹല്ലേലൂയ, അങ്ങനെ സ്തോത്രം, ആമേൻ. അങ്ങനെ വിശ്വാസിക്കും. ഇവിടെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അല്ലയോ സ്തോത്രം, ആ പ്രശ്നത്തിന്റെ മധ്യത്തിലെല്ലാം അവരെ പിടിച്ചു നിർത്താൻ പ്രാപ്തരാക്കിയത് അവരുടെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അങ്ങനെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയണം, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രയാസത്തിലും ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലും, ഞാൻ കടന്നുപോയ രോഗത്തിന്റെ കാഠിന്യയിലും, മാറാ രോഗങ്ങൾ എന്നെ പിടിപെട്ടെന്ന് പറഞ്ഞാലും അതിന്റെ മധ്യത്തിൽ എന്നെ പിടിച്ചു നിർത്താൻ എന്നെ പ്രാപ്തനാക്കുന്നത് എന്റെ കർത്താവിലുള്ള വിശ്വാസമാണ്. എന്നിൽ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ മാറാ രോഗങ്ങൾ വഴിമാറും. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ പ്രശ്നങ്ങൾ വഴിമാറും. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാൻ, നിന്നെ താളടിയാക്കാൻ കഴിയത്തില്ലെന്ന് ഉറച്ച വിശ്വാസം അകത്തളത്തിലുണ്ടാകണം. ആമേൻ. അതാ വിശ്വാസത്തിന്റെ വളർച്ച. അതാ വിശ്വാസത്തിന്റെ വളർച്ച. നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുക. ഒരു രോഗം വന്നാൽ മതി, നമുക്ക് എത്ര വിശ്വാസം അതിനകത്തുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട്, സമയമില്ല. സ്തോത്രം. ഒറ്റ രോഗം മതി, എത്രയും വിശ്വാസം അതിനകത്തുണ്ട്. നമുക്ക് ചിന്തിച്ചു നോക്കിയേ, നമ്മൾക്ക് പതറിപ്പോകുകയല്ലേ. ഒരു പ്രശ്നം വന്നാൽ മതി, ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള വിശ്വാസം അകത്തുണ്ടോ? സ്തോത്രം. ഒരു പ്രതികൂലം വന്നാൽ മതി, അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു വിശ്വാസം അകത്തുണ്ടോ? ഇന്ന് പകൽക്കാലം ഇതിന്റെ വർധനയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിസ്സാര പ്രശ്നം വരുമ്പോൾ പതറിപ്പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരു രോഗം വരുമ്പോൾ താളടിയായി പോകുന്ന, തളർന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയല്ല ഒരു വിശ്വാസി. പിന്നെയോ ഹല്ലേലൂയ, രോഗം വരട്ടെ, പഴയ വിശുദ്ധന്മാർ കടന്നുപോയ പ്രതിസന്ധികളെ പോലെ, പ്രതികൂലങ്ങളെ പോലെ, രോഗങ്ങളെ പോലെ, പീഡനങ്ങളെ പോലെ കടന്നു വരട്ടെ, അതിന്റെ മാധ്യത്തിൽ കൂടെ ഞാൻ യാത്ര ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം. That's the faith. That's the faith. That's the faith we need. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യഥാർത്ഥമായ ഈ വിശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ല. സ്തോത്രം. എബ്രായ ബാലന്മാരെ പോലെ ഹല്ലേലൂയ തീച്ചൂളയിലേക്ക് എറിയപ്പെടുമെന്ന ദൂത് വന്നപ്പോൾ, ആലോചന വന്നപ്പോൾ അവിടെ പതറിപ്പോകാതെ തീച്ചൂളയിൽ ഇറങ്ങിയാലും ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നൊരു വിശ്വാസം. ഹല്ലേലൂയ. യോശുവയോട് പറഞ്ഞു, അല്ല യോർദാൻ കരകവിഞ്ഞൊഴുകിയ, അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ, പെട്ടകത്തെ ചുമക്കുന്ന പുരോഹിതന്മാരോട് പറ, ഹല്ലേലൂയ, നിങ്ങളെ ചെന്ന് ശുദ്ധീകരിച്ചിട്ട് ആ യോർദാനിലേക്ക് കാൽ ചവിട്ടാൻ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകിയ, ദൈവം പറഞ്ഞു നീ പോ, അല്ല ആ വെള്ളത്തിന്മേൽ കാൽ ചവിട്ട്. ഇത് പറയുമ്പോൾ ഹല്ലേലൂയ ലിറ്ററലി ഇത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ ഞങ്ങളുടെ പുരോഹിതന്മാരുടെ കാൽ ചവിട്ടിയാൽ അത് രണ്ടായി വിഭജിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിട്ടല്ലേ പോയത്? വിശ്വസിക്കാതാണോ പോയേ? ഹല്ലേലൂയ. യോശുവോട് പറഞ്ഞു, ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ട് താഴെ വേണമെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട, നീ ചുറ്റും നടക്കാൻ പറഞ്ഞു. വിശ്വസിച്ചിട്ടല്ലേ പോയത്? ആണോ? വിശ്വസിച്ചിട്ടാണോ പോയത്? വിശ്വാസമില്ലെങ്കിൽ ഈ ഉയർന്നിൽക്കുന്ന മതിലിനെ അവൻ കണ്ടെങ്കിൽ പോവോ? നമ്മളാണെങ്കിൽ പകച്ചു നിൽക്കും. പക്ഷേ യോശുവ, അതാ പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്വാസം. ഇന്ന് പകൽക്കാലം ഈ വിശ്വാസത്തിന്റെ വളർച്ചയാ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനോട് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിത്തിരിക്കുവാനുള്ള വിശ്വാസം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് അസാധാരണമായ സ്തോത്രം കാര്യങ്ങളെ ചെയ്യുവാനുള്ള അകത്തളത്തിൽ ദൈവം തരുന്ന ആ ഒരു ഉറപ്പാണ്. ആ വളർത്തലിലേക്ക് വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, ചെങ്കടൽ മുന്നിൽ കിടക്കുക. മോശയോട് ദൈവം പറഞ്ഞു, നീ കാര്യം ഒരു ചെയ്യണം, ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് സമുദ്രത്തിന് നേരെ നീട്ടാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്നത് ആ വിശ്വാസം. അതാ വിശ്വാസം.
നമ്മളോട് കർത്താവ് 7 പ്രാവശ്യം പറഞ്ഞാലും പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കുക. കാരണം നമുക്ക് വിശ്വാസമില്ല. ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ വിശ്വാസമില്ല. ഒന്നുകൂടെ നമ്മൾ ആലോചിച്ച് ചോദിക്കും, കർത്താവേ ഇത് ശരിയാണോ, ഇത് നീ എന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടേ നമ്മൾ ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. അല്ലേ, കർത്താവ് പറയും, ജോലിയുടെ പ്രതിസന്ധി വരുമ്പോൾ കർത്താവ് പറയും, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് വിശ്വാസമില്ല, വിഷയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രാർത്ഥിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ എന്ന് ഉറപ്പ് ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ പ്രാർത്ഥിക്കണേ. ഇല്ലെങ്കിൽ 4 പേരോട് പറയാം, ഇങ്ങനെയൊക്കെ വിഷയമുണ്ട്, പ്രാർത്ഥിക്കണേ. എൻ്റെ ചോദ്യം, ഈ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം ഈ പറയുന്നവരോട് അവർ പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ഈ പറയുന്നത്? ഹലോ, നമ്മൾ ഒത്തിരി പറയും, ഞങ്ങൾക്ക് വേണ്ടി സഭയിൽ സാക്ഷ്യം പറയാം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പക്ഷേ ഈ സഭ, നിങ്ങൾ പറയുന്നൊരു വിഷയത്തിൽ ഈ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സംഭവിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. ഈ വിശ്വാസം എനിക്ക് ഉറപ്പ്, ഞാൻ പറയാം, ഈ വിശ്വാസം ഞാനിവിടെ നിന്ന് എൻ്റെ ഇനി ഏത് പ്രഷർ, എൻ്റെ അനുഭവമാണല്ലോ, നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ കടന്നു പോയ വിഷയം അല്ലെ, ഈ സഭ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ഇത് സംഭവിക്കുമെന്ന് ഒരു ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കാൻ പറയുമ്പം വെറുതെ ചടങ്ങിന് വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയരുത്. പക്ഷേ എഴുന്നേറ്റ് നിന്നൊരു വാക്ക് പറയുമ്പോൾ അകത്തളത്തിന് വിശ്വാസം ഉണ്ടാകണം. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ദൈവസഭയിൽ എൻ്റെ പ്രശ്നത്തിന് ഒരു വിടുതൽ കെട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഈ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് അകത്തളത്തിൽ വിശ്വസിക്കാൻ കഴിയണം. ചുമ്മാതെ സാക്ഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല, ചുമ്മാതെ പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥനയ്ക്കകത്തൊരു വിശ്വാസം ആവശ്യമാണ്. We need an increasing faith. Hallelujah. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ ഒരു പങ്ക് വലുതാ. ഈ വിശ്വാസത്തിൻ്റെ മാതൃകയുള്ള ഒത്തിരി ദൈവഭക്തന്മാരുണ്ടായിരുന്നു. ദൈവഭക്തന്മാർ, നിങ്ങൾക്കറിയാം, ജോർജ് മുള്ളറെ കുറിച്ച് എത്ര കേട്ടിട്ടുണ്ട്? ജോർജ് മുള്ളർ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ ജോർജ് മുള്ളർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അൺഗോൾലി ഭവനത്തിൽ ജനിച്ച, ദൈവമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തെ വിളിച്ചു ഒരു ഹൗസ് മീറ്റിങ്ങിന്, ഒരു വീട്ടിലെ പ്രാർത്ഥനയ്ക്ക്. ആ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഈ ജോർജ് മുള്ളർ അദ്ദേഹത്തോടൊപ്പം പോയി. അവിടെ വെച്ച് കേട്ട മെസ്സേജ്, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ചില വർഷങ്ങൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ഒരു നിയോഗം തൻ്റെ ഉള്ളിൽ വന്നു. ഓക്കെ, അങ്ങനെ അപ്പോൾ ദൈവത്തിലുള്ളതായ ഒരാശ്രയം അവൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവരോട് പറഞ്ഞു, ഒരു ഓർഫണേജ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഈ മനുഷ്യൻ ഒരു ഓർഫണേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് വെറും 52 പെൻസ് എന്നൊക്കെ പറയാം. ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് ഓർഫണേജ് തുടങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാനിത് തുടങ്ങുമെങ്കിൽ ഞാൻ ഒറ്റ മനുഷ്യനോട് ഇതിൻ്റെ ആവശ്യം പറയത്തില്ല. ആ വിശ്വാസം അദ്ദേഹം മുറുകെ പിടിച്ചു. എന്നിട്ട് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ വിഷയവും ഓരോ ദിവസവും ഇൻക്രീസ് ആവാൻ തുടങ്ങി. തൻ്റെ വിശ്വാസം നാൾക്കുനാൾ വർദ്ധിക്കും തോറും തൻ്റെ വിശ്വാസം, ഓരോ പ്രശ്നങ്ങൾ കഴിയും തോറും വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ വർദ്ധിച്ച് തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്താൽ അത്ഭുതങ്ങൾ കണ്ട മനുഷ്യനാണ് ജോർജ് മുള്ളർ. പിൽക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഏതാണ്ട് 2002 നമ്മുടെ വെയിൽസിലൊക്കെ 2000-ൽ പരം കുട്ടികൾ താമസിപ്പിക്കുന്ന ഓർഫണേജുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒറ്റ പൈസയ്ക്ക് അദ്ദേഹം മനുഷ്യരെ ആശ്രയിച്ചില്ല. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ചരിത്രം വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഒരിക്കൽ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അദ്ദേഹം കുഞ്ഞുങ്ങളിരിക്കെ പറഞ്ഞു, പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു. എല്ലാവരും പ്ലേറ്റ് എടുത്തു, നോക്കിയിരിക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സ്വോത്രം ചെയ്യാൻ പറഞ്ഞു. കിട്ടിയ ആഹാരത്തിന് സ്വോത്രം, കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റിന് സ്വോത്രം. എന്താ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം ഒറ്റ പൈസ കയ്യിലില്ല, എവിടുന്ന് ലഭിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ ദൈവം ഇരുത്തത്തില്ല. അദ്ദേഹം വിശ്വസിച്ചു. നിമിഷ നേരം കൊണ്ട് ഡോറിന് വന്ന് ആരോ തൊട്ടുക, മുട്ടിയപ്പം അവിടുത്തെ നിയർ ബൈ ഉള്ള ബേക്കറി മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് പറയാ, സാറേ ദാണ്ട് 1 ലോഡ് ബ്രെഡ് കൊണ്ടുവന്ന് നിർത്തിക്കുന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പം വണ്ടി കേടാവുകയോ മറ്റോ ചെയ്തു. ഇത് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ പോയിക്കോളാം. അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. ബ്രെഡ് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത മനുഷ്യൻ വന്നു. ലിറ്ററലി സംഭവിച്ച കാര്യമാണ്, ഇതൊന്നും സ്റ്റോറി അല്ല ഈ പറയുന്നത്. അടുത്ത നിമിഷം കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യൻ വന്നു, കതവിന് മുട്ടി. ആരാണ്? ആ ഏരിയയിൽ മിൽക്ക് കൊടുക്കുന്ന മനുഷ്യൻ. വണ്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, വണ്ടി കേടാവുക. അദ്ദേഹം അന്നത്തെ മിൽക്ക് മുഴുവനും കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇറക്കി വെച്ചു.
സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിനൊരു വർധനമുണ്ടാകണം. അദ്ദേഹം ഈ 52 സെൻസിൽ വെച്ച് അല്ലെങ്കിൽ നയാ പൈസകളിൽ വെച്ചുകൊണ്ട് തന്റെ വിശ്വാസം ആരംഭിച്ചതാ. അല്ല, അനേക ആയിരങ്ങൾക്ക് പോഷിപ്പിക്കാൻ അദ്ദേഹത്തെ ദൈവം സഹായിച്ചത് തന്റെ വിശ്വാസമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഹല്ലേലൂയ, ഒരു കാര്യമാ അടുത്ത വിശ്വാസത്തിന്റെ പടിയിലേക്ക് കയറുന്നത്. സ്തോത്രം. മുന്നമേ വലിയ കാര്യങ്ങളിലല്ല, ചെറിയ കാര്യങ്ങൾ വിശ്വസിച്ചാൽ അടുത്ത കാര്യങ്ങളിലേക്ക് കയറും, വീണ്ടും വിശ്വസിച്ചാൽ അടുത്ത കാര്യങ്ങളിലേക്ക് കയറും. അല്ല, നിന്റെ ജീവിതത്തിൽ ഒരു നല്ല മാറാ തലവേദന വന്ന് എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴാണ് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടി. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അതിനേക്കാളും അല്പം കൂടെ വലുതാ. പക്ഷേ നിനക്കൊരു ഉറപ്പുണ്ട്, എന്താണെന്നറിയാമോ? ഇന്നാൾ തലവേദന വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തും സൗഖ്യം വരും. അടുത്ത ലെവലിലേക്ക് നീങ്ങിയ അവിടെയും സൗഖ്യമാക്കി. അപ്പോഴാ അതിനേക്കാളും വലിയ പ്രശ്നം പിന്നെ കയറി വരുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാണ്? ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പ്രിയ സഹോദരൻ സുകേഷ് സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരു പ്രശ്നം മാറിയിട്ട് അടുത്ത പ്രശ്നം, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം, ഓരോ ദിവസങ്ങൾ പറയും. എന്താണെന്നറിയാമോ? നിന്റെ ഒറ്റ കാര്യത്തിൽ നിന്റെ വിശ്വാസം വർദ്ധിച്ചാൽ അവിടെ കൊണ്ട് കർത്താവ് നിർത്തത്തില്ല, നിന്റെ വിശ്വാസത്തെ വീണ്ടും വർദ്ധിപ്പിക്കും. അടുത്ത പ്രശ്നം നിന്റെ മുന്നിൽ വീഴും. പക്ഷെ തളർന്നു പോകാനല്ല. എന്തിനാണെന്നറിയാമോ? വിശ്വാസത്തെ വളർത്തിക്കാൻ. നീ ഒന്നിൽ ജയിച്ചാൽ അവിടെ കൊണ്ട് തീരുകയല്ല, അടുത്തതിലേക്ക് കയറും. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള പ്രൊമോഷൻ പോലെ 1ാം ക്ലാസ് ജയിച്ചു അല്ലെങ്കിൽ അവിടെ കൊണ്ട് നിൽക്കുകയല്ല, 2ാം ക്ലാസ്സിലേക്ക് കയറുക, 3ാം ക്ലാസ്സിലേക്ക് കയറിയ, 8ാം ക്ലാസ്സിലേക്ക് കയറിയ, 10ാം ക്ലാസ്സിലേക്ക് കയറിയ. The progress is going on in the same way. ഹല്ലേലൂയ. ഇതുപോലെയാ വിശ്വാസം എന്ന് പറയുന്നത്. നീ ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിൽക്കുകയല്ല, വിശ്വാസത്തിന്റെ അടുത്ത പടിയിലേക്ക് ദൈവസഭ കയറണം. ഇന്ന് പകൽക്കാലം കണ്ണുകളും നടയട്ടെ. ഹല്ലേലൂയ. നീ നിൽക്കുന്നിടത്ത് നിൽക്കാനല്ല, കഴിഞ്ഞ നാളുകളിൽ നീ വന്ന വിശ്വാസത്തിന്റെ അല്ല ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനല്ല, അടുത്ത പടിയിലേക്ക്. ഒരു പ്രശ്നം മാറി അടുത്ത പ്രശ്നം വരുമോ നീ ഓർത്തോണം. നിന്നെ ക്ഷീണിപ്പിക്കാനല്ല, വിശ്വാസത്തിന്റെ അടുത്ത പടിയിലേക്ക് കർത്താവിന് നിന്നെ കയറ്റാൻ പദ്ധതി ഉള്ളത് തിരിച്ചറിയണം ഇന്ന് പകൽക്കാലം ദൈവസഭ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസഭയിൽ കണ്ണുകൾ അടയട്ടെ. ആമേൻ. ഹല്ലേലൂയ. എത്രമാത്രം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. വിശ്വസിച്ചാൽ അല്ലെ അത്ഭുതങ്ങളെ കാണും, വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി കാണും. ഇന്ന് പകൽക്കാലം ആ വിശ്വാസത്തിനു വേണ്ടി നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.